ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഈ ഇടയായിട്ട് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ എന്ത് വാങ്ങിച്ചു വെച്ചാൽ എന്ത് പ്ലാൻ ചെയ്താലും അത് കാര്യമായിട്ടുള്ള രീതിയിൽ എനിക്ക് ഫോളോ ചെയ്ത് നടത്താനൊന്നും പറ്റണില്ല കേട്ടോ. ഈ കാണുന്ന കുക്കുംബർ ഉണ്ടല്ലോ 20 രൂപയ്ക്കാണ്. അവരത് വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇതാക്കിയൊക്കെ വെക്കും കേട്ടോ, കഴിക്കുകയും ചെയ്യും. ഞാനൊരു കുക്കുംബർ വാങ്ങിച്ച് വെച്ചിട്ട് 2 ആഴ്ചയുടെ റൂമിൽ തന്നെ ഇരിക്കുന്നു. ഇനി അത് കിളിർക്കുമോ എന്ന് എനിക്ക് അറിയാൻ പാടത്തില്ല. എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യം 2026 സ്റ്റാർട്ടിങ് തൊട്ട് ഇത് തന്നെയാണ് അവസ്ഥ. എന്ത് പ്ലാൻ ചെയ്താലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യാനോ ഇതാക്കാനോ ഒന്നും പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് അറിയില്ല. നാട്ടിൽ പോയിട്ട് വേണം ഒന്ന് അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിപ്പിക്കാനായിട്ട്. ഒരു വിശ്വാസം, നമുക്കൊരു ബ്ലസ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഉണ്ടായാലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പുക്കുട്ടിന് ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. പുള്ളിക്കാരി ഡാർക്ക് കളറൊക്കെയാണ് കൂടുതൽ ഇടാറ്. പക്ഷേ ഇപ്പം ഞാൻ ലൈറ്റ് കളറൊക്കെ ഇടാൻ പറഞ്ഞ് കുറച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ച് വന്നപ്പോൾ ഞാനൊരു ഷെയ്ക്ക് വാങ്ങാൻ വേണ്ടി നിന്നോട്ടെ. റൂമിൽ കൊണ്ടൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് അത് പാഴ്സലായിട്ടാണ് വാങ്ങിച്ചത്. കാരണം അവിടെ നിന്ന് കുടിക്കാനായിട്ടുള്ളൊരു സമയം നമുക്കില്ല. ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അധിക സമയമൊന്നും നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ. അവർ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. കാരണം പ്ലാൻഡ് കാര്യങ്ങളൊന്നും നടക്കാത്ത കാരണം ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. ഇനി വാങ്ങലൊക്കെ നിർത്തിയൊന്ന് സെറ്റായതിന് ശേഷം മാത്രം വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. താഴെ വന്നപ്പോൾ അവിടെ കാക്കും വിജയക്കയും സുശീലക്കയും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാക്കുവിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോ എടുത്തു. ഇതാണ് സുശീലക്ക, നല്ല സുന്ദരിയാണ് കേട്ടോ. ഫസ്റ്റ് റൂമിൽ വന്നപ്പോൾ അപ്പുക്കുട്ടനാണ് കേട്ടോ ഷേക്ക് ട്രൈ ചെയ്ത് നോക്കിയത്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ അവിടെ നിന്ന് കുടിച്ച് അവരായിട്ടൊക്കെ സംസാരിച്ചു കേട്ടോ. 70 രൂപയുടെ അടുത്താണ് ഈ ഷേക്കിന് വരുന്നതെന്ന് തോന്നുന്നു. കറക്റ്റ് അത് തന്നെയാന്ന് തോന്നുന്നു പൈസ. ഞാൻ ഓക്കെയാണ്, അത് തന്നെയാണ് പൈസ. അത് കഴിഞ്ഞ് അതൊക്കെ കുടിച്ച് അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. ശരിക്കും തണുത്ത സാധനങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ്. ചില സമയത്ത് ആക്രാന്തത്തിൻ്റെ പേരിൽ വാങ്ങിച്ച് കുടിക്കാനാണ് കേട്ടോ ഒരു റിലാക്സേഷൻ. അവർ ലെയ്സൊക്കെ കൊണ്ടൊരു മിക്സ് എവിടെയോ വീഡിയോയിൽ കണ്ടാന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാനിന്ന് കഴിച്ച് നോക്കി. എനിക്ക് അത്ര വലിയ താല്പര്യമായില്ല. തക്കാളിയും 2-3 ടൈപ്പ് ലെയ്സൊക്കെ കൂടി സവോളയും അതിൻ്റെ കൂടെ മയോണൈസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് കണ്ടോ, ജോസ് മുട്ട വാങ്ങിച്ചിട്ട് വന്നതാണ്. 5 മുട്ട ഉണ്ടായിരുന്ന 4 പൊട്ടിച്ചു. ഒരെണ്ണം മാത്രം എന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അതിനി പുള്ളിക്കാരി പൊരിക്കാൻ എന്തോ വെറൈറ്റി സാധനം ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട ലെയ്സ് 2-3 ടൈപ്പ് കളർ ലെയ്സൊക്കെ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് കുരുമുളക് പൊടി പിന്നെ അതിൻ്റെ കൂടെ കുക്കുംബറും സവോളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്ത്. ഇതാണ് ജോസുമോൻ്റെ സ്പെഷ്യൽ മുട്ട പൊരിക്കൽ. ജനലയുടെ അവിടെ നിന്ന് പുറത്ത് വാങ്ങി നോക്കി നിന്നിട്ട് തിന്നാണ് കേട്ടോ. വൈകുന്നേരം നേരത്തെ അവിടെ ഇരിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല കാറ്റൊക്കെയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് അവർ വന്ന് വീഡിയോ എടുക്കണതാണ്. അവർ റേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡയറ്റാന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും നടന്ന് തിന്നാന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച്.